നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ എത്ര രൂപ പൊട്ടിക്കും? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ആൾക്കാരുടെയൊക്കെ ചോദിച്ചു നോക്കാം. നിങ്ങളൊരു അവർ കല്യാണം കഴിക്കുമ്പോൾ എത്ര എക്സ്പെൻസ് ആണ് ആവുക, അവരുടെ ഒരു നിഗമനം എത്രയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ കല്യാണം നിങ്ങൾക്ക് എന്തോ ഒരു എക്സ്പെൻസിൽ നടത്താനാണ് താല്പര്യം? സിമ്പിൾ ആയിട്ട് നടത്താനാണ് താല്പര്യം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ അംബാനിയുടെ മോന്റെ കല്യാണം 1000 കോടിയൊക്കെ നടത്തി. നമ്മുടെ ഒരു ഇതില് എത്രയൊക്കെ വരുന്നുള്ള ആണ് നിങ്ങളുടെ ഒരു തോട്ട്? എനിക്ക് മിനിമം ഒരു പൂമാല മേടിക്കുന്ന റേറ്റ് മാത്രം മതി. അങ്ങോട്ടൊരു പൂമാല ഇടണം, ഇങ്ങോട്ടൊരു പൂമാല. അത് മതിയോ? അപ്പൊ ആൾക്കാർക്ക് ഫുഡ് ഒന്നും വാങ്ങിച്ചിട്ട് കൊടുക്കണ്ട? ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും വേണ്ട, ഒന്നും കൊടുക്കണ്ട. അല്ല, എനിക്ക് സിമ്പിൾ ആണ് ഇഷ്ടം. ഞാൻ സ്നേഹിക്കുന്ന ആള് മാത്രം മതി എന്ന് ആഗ്രഹം. വേറെ ആരും വേണ്ട? അച്ഛനും അമ്മ ഫ്രണ്ട്സ് ആരും വേണ്ട? വേണമെന്നില്ല. കല്യാണം എന്ന് പറയുമ്പോ എനിക്കതാ ഇഷ്ടം. അതാ സിമ്പിൾ ആയിട്ട് നടത്താൻ താല്പര്യം. ഏകദേശം കല്യാണത്തിന് കുറിച്ചൊന്നും ആലോചിച്ചുള്ള കല്യാണം കഴിക്കാൻ പോകുമ്പോ നിങ്ങളുടെ ഒരു പേഴ്സണൽ കല്യാണത്തിന് എത്ര രൂപയായിരിക്കും വരികയെന്നാണ് നിങ്ങളുടെ ഒരു നിഗമനം? ഒരു അംബാനിയുടെ ഒക്കെ മോന്റെ എല്ലായിടത്തും 1000 കോടി പൊട്ടി. അത് ആളുടെ ഒരു വരുമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. അപ്പൊ നമ്മള് സാധാരണക്കാര് എത്ര രൂപ പൊട്ടിക്കണം ഏകദേശം കല്യാണത്തിന് വേണ്ടി? ഒരു 4-5 ലക്ഷം രൂപ പൊട്ടിച്ചാൽ അത്രേനുള്ളില് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ സാധാരണക്കാർക്ക്. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 4-5 ലക്ഷം രൂപ പൊട്ടിച്ചിട്ടും കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു? ഇല്ല, ശരിക്കും രജിസ്റ്റർ ഓഫീസിൽ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ ട്രഡീഷണൽ രീതി അനുസരിച്ചാണ് ഇപ്പൊ എല്ലാരും മാറി തുടങ്ങുന്നുണ്ട്, എല്ലാരും മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ കൊറോണയിലൊക്കെ ഉണ്ടായ പോലത്തെ കല്യാണം പോലെ മതിയെന്നാണോ അഭിപ്രായം? അതെ, അതുപോലെ ശരിക്കും അതിന്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ രീതി അനുസരിച്ചാണ് ചെയ്യാറ്. അതുകൊണ്ട് പൊട്ടിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ചിലവർക്ക് പൊട്ടിക്കാം, ചിലർക്ക് പൊട്ടിക്കാണ്ടിരിക്കാം, ചിലവർക്ക് അത് ഇഷ്ടമല്ലായിരിക്കും. ലോൺ എടുത്ത് ആർഭാടം കാണിക്കണം എന്നുവെച്ചാൽ കുറെ നല്ല ഗ്രാൻഡ് ആയിട്ട് നടത്തണം, അങ്ങനെയൊക്കെയുള്ള ചില ഒപ്പീനിയൻസ് ഉണ്ട്. പിന്നെ ചിലവർക്കാണെങ്കിൽ ഒരു സ്മോൾ രീതിയിൽ രജിസ്റ്റർ ഓഫീസിൽ ഒരു സംഭവം കല്യാണം ഒരു നോർമൽ രീതിയിൽ നടത്തുവാണെങ്കിൽ ഒരു 10-15 ലക്ഷം ആ ഒരു എമൗണ്ട് ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മുടെ അംബാനിയൊക്കെ കല്യാണം കഴിച്ചാൽ 1000 കോടിയൊക്കെയാണ്. ആളുടെ ഒരു ആസ്തി വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്നുമല്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ 15 ലക്ഷം രൂപയൊക്കെ മുടക്കി കല്യാണം കഴിക്കുമ്പോൾ അത് ലൈഫിൽ നിങ്ങളെ തന്നെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടോ? ലോണൊക്കെ എടുത്ത് ചിലവർ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആ ലോണൊക്കെ അടച്ചു തീർക്കാൻ പെടുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാണ്. അത്ര എക്സ്പെൻസീവ് ആയിട്ട് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ? ഒരിക്കലും ഇല്ല. ഈ സ്വർണം ഒരു അസറ്റ് ആണ്, ബട്ട് അത് ഇത്ര ആർഭാടായിട്ട് വരച്ചു വേണ്ട കാര്യമൊന്നും ഇല്ല. അത്യാവശ്യം ആ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇപ്പം കുറെ റെന്റൽ ജുവല്ലേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതെല്ലാം കൂടുതൽ നല്ലത്. കാശ് നമുക്ക് ആ വഴിക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് നോക്കുന്നത്. മേ ബി 7 lakhs. 7 lakhs എല്ലാ കാര്യങ്ങളും ഒതുങ്ങുന്നതാണ് എന്റെ ഒരു ഇത്. ശരിക്കും പറഞ്ഞാൽ 7 ലക്ഷം രൂപ മുടക്കി കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ തോന്നുന്നുണ്ടോ? അത് അത്ര എക്സ്പെൻസ് ആവും നമ്മ വിചാരിക്കണ പോലെ അല്ല. കാരണം ആ ടൈമിൽ ഇപ്പൊ ഗോൾഡിനൊക്കെ ഇപ്പൊ തന്നെ ഒരു പവന് 47 സംതിങ് ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അത്രയൊക്കെ എടുത്തു വരുമ്പോ പിന്നെ ഹാൾ ബുക്കിംഗ്, ഫുഡിന്റെ ഒരു സാധാരണ വ്യക്തി ലോൺ എടുത്തിട്ട് കല്യാണം കഴിക്കുമ്പോ പിന്നെ ഒരു വലിയ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? സാധ്യത കൂടുതലാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അത് നമ്മുടെ ബേസ് സാലറി അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മ പ്ലാൻ ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ അംബാനിയൊക്കെ 1000 കോടി മുടക്കിയാണ് കല്യാണം കഴിച്ചത്. പക്ഷെ പുള്ളിയുടെ ആസ്തി വെച്ച് നോക്കുമ്പോ 1000 കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സാധാരണക്കാരെന്ന് പറയുമ്പോ നോർമലി ഉള്ള ഒരു ആൾക്കാർ വരെ എക്സ്പെൻസ് ആയിട്ട് കല്യാണം കഴിക്കാൻ തോന്നുന്നു. ശരിയാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും അവരൊരു ബേസ് വെച്ചിട്ട് അവർക്ക് എത്രയാണോ ഇൻകം കിട്ടണ അത് വെച്ച് സെറ്റ് ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർ പിന്നെ കടത്തില് കയറി പോവുള്ളൂ. എനിക്ക് അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ട് നടത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് അങ്ങനല്ല, കുറെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ആൾക്കാർ പറയുന്ന പോലെ ഇപ്പം എന്നാലും കുഴപ്പമില്ല. അതായത് വലിയ ഒരുപാട് ആളെന്ന് വിളിക്കാണ്ട് സിമ്പിളായിട്ട് കൊറോണ സമയത്തുള്ള അതുപോലെയൊക്കെ കഴിഞ്ഞാൽ വീട്ടുകാർക്കും ബെറ്റർ ആയിരിക്കും. പിന്നെ ഗോൾഡൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ഗോൾഡിന്റെ വിലയൊക്കെ അറിയാമല്ലോ. അപ്പം എന്റെ ചിന്താഗതി എങ്ങനെയാണ്, പക്ഷെ വീട്ടുകാർക്ക് തീരെ ഓപ്പോസിറ്റ്. വീട്ടുകാരെ വെച്ച് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എത്ര രൂപ അവർ പൊട്ടിക്കും? അങ്ങനെ അതവരുടെ ഇതല്ലേ, ഞാൻ നോക്കിയിട്ടില്ലല്ലോ. ഏകദേശം ഇപ്പൊ നമ്മുടെ അംബാനിയൊക്കെ 1000 കോടി പൊട്ടിച്ചു. പക്ഷെ അവരുടെ ആസ്തി വെച്ച് നോക്കുമ്പോൾ 1000 കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല.
നമ്മൾ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ട്, അതനുസരിച്ചിട്ട് കുറച്ച് എല്ലാ അത്യാവശ്യം ബന്ധുക്കളെ എല്ലാം വിളിച്ച് ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച് അത്യാവശ്യം ലെവലിൽ നടത്തുന്ന നടത്തുന്ന എത്ര രൂപ വരും ഏകദേശം നിങ്ങളുടെ ഒരു മൈൻഡില്? രൂപ വരുമ്പോ ഒരു 10-20 ലക്ഷം രൂപ എന്തായാലും ആവും. 10-20 കാരണം ലക്ഷം രൂപ. ഓൾറെഡി ഫുഡ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കി നടത്താൻ ഇത്ര എമൗണ്ട് പൊട്ടിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യമില്ല. ജസ്റ്റ് 2 ആൾക്കാർ ചെയ്യുന്നതിന്റെ കാര്യം. അതിന് ജസ്റ്റ് ഒരു രജിസ്റ്റർ മാരേജ് ആണെങ്കിലും ബെറ്റർ ആണ്. ജീവിച്ചാൽ മതിയല്ലോ, അതിന് ഇത്ര ആഘോഷം കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ നാട്ടിൻ പ്രദേശം ആകുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെയുള്ള ഇത് വീട്ടുകാരുടെ ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഒപ്പീനിയനിൽ സിമ്പിൾ ആയിട്ടുള്ള മാരേജ് ആണ് ഏറ്റവും താല്പര്യം. ആക്ച്വലി ഐ എം ഓൾറെഡി മാരീഡ് ആണ്. എത്രയായിരുന്നു കറക്റ്റ് അറിയില്ല. ഏകദേശം എത്ര പൊട്ടിക്കേണ്ടി വരും നമ്മുടെ ഒരു നാട്ടു നടപ്പനുസരിച്ച്? ഗോൾഡ് എല്ലാം കൂടെ കഴിയുമ്പോ ഒരു 15 ലക്ഷമൊക്കെ ആവും. 50 ലക്ഷം 15 ലക്ഷമൊക്കെയാണ് നമ്മുടെ ഒരു ഇവിടെ നടക്കുന്നത്. കമ്പാനിയുടെ മുതലൊക്കെ ഒരു 1000 കോടിയൊക്കെ പൊട്ടിച്ചിട്ടാണ് കല്യാണം നടത്തിയത്. 10 രൂപയൊക്കെ ഒരു കല്യാണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ആയാലും നമ്മുടെ ഇപ്പൊ 15 ലക്ഷം രൂപ ആയാലും പൊട്ടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു കല്യാണം കഴിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ? തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ആക്ച്വലി നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ ആ ഒരു റേറ്റിലാണ് അത്രയും നമുക്ക് എമൗണ്ട് ആകുന്നത്. ഇപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തോന്നുന്നു അത്ര അതിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പൊ തോന്നുന്നു. ഗോൾഡിലൊന്നും അല്ലല്ലോ കാര്യം. നമുക്ക് ആക്ച്വലി ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ കേൾക്കണേ മറ്റേ ഡൗറിയുടെ ഒക്കെ പേരിൽ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നില്ലേ. അപ്പൊ എന്തായാലും ഇനി എന്റെ കുട്ടീനെ കെട്ടിക്ക് ഒരിക്കലും ഞാൻ ഗോൾഡ് കൊടുത്ത് കെട്ടിക്കത്തില്ല തീരുമാനിച്ചതാണ്. നമ്മൾ വലിയ രീതിയിലൊന്നും ഉദ്ദേശിക്കുന്നില്ല. സിമ്പിളായിട്ട് എത്രത്തോളം നമ്മുടെ മെയിനായിട്ട് കുറച്ച് കൂട്ടുകാരെയും ഫാമിലി ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു രീതിയിലുള്ള കല്യാണമേ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ എത്ര രൂപ നമ്മുടെ ഏകദേശം പൊട്ടും? നമ്മൾ പൈസ ഏകദേശം ഒരു 5 ലക്ഷം രൂപയൊക്കെ താഴെ എന്തായാലും മിനിമം വരും. ഓർണമെന്റ്സ് എടുക്കണം, ഡ്രസ്സസ് എടുക്കണം, എന്തായാലും ഒരു പാക്കേജ് എന്തായാലും വരും. നമ്മൾ 5 lakhs ഉള്ളിൽ തന്നെ വരും. അതിന് താഴെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അയച്ചു. രജിസ്റ്റർ മാരേജ് ആണെങ്കിൽ ഓക്കെ, നല്ല ഫാമിലി ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ രീതിയിലോട്ട് പോകണ്ടേ. അറൗണ്ട് ഒരു 5 lakhs താഴെ തന്നെയാവും. 5 lakhs താഴെ.